നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് നയനയ്ക്ക് ആദർശ് എത്രയും പെട്ടെന്നൊന്നും വന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ വീട്ടിലേക്ക്. ആകെപ്പാടെ വിഷമത്തില. ആദർശേട്ടൻ വന്നാൽ മാത്രമേ ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു വിഷമത്തിലായിരുന്നു നയന. ഈ സമയത്ത് അഭി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഇത്രയും വലിയൊരു തിരിച്ചടി അനന്തപുരിക്കാർക്ക് ഇനി കിട്ടാനില്ല. അതുപോലെ വലിയൊരു തിരിച്ചടി തന്നെയാ ഏൻ ജ്വല്ലറിക്കാർ കൊടുത്തിരിക്കുന്നത്. എല്ലാരും ധർമ്മ സങ്കടത്തിലാന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴേക്കും നവ്യ എങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ നവ്യയോട് അഭി പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഉറപ്പായിട്ടും ഈ ഡീല് കിട്ടത്തില്ലെന്ന്. നവ്യ പറഞ്ഞു, ഇപ്പോഴെനിക്ക് സന്തോഷമായി. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ട ഞാനും കാത്തിരുന്നേന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഈ ആദർശ് എന്ന് പറയുന്നവന് അവന്റെ സ്വഭാവം ശരിയല്ലാത്തോണ്ട് അവന് കിട്ടാത്തെ. അവന്റെ സ്ഥാനത്ത് വേറെ ആരെയും വിട്ടാലും ഉറപ്പായിട്ട് ഈ ഡീല് ഉറപ്പിക്കാൻ പറ്റിയാനാ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ചതിച്ചല്ലേ അവന്. പിന്നെ എങ്ങനെ അവന് ഈ ഡീല് കിട്ടുന്നേ? എന്താണെങ്കിലും അവൻ ഇന്ന് വരുമല്ലോ. ഇന്ന് വന്ന് കഴിയുമ്പോ മുത്തശ്ശൻ എന്താണെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് മുത്തശ്ശൻ എന്നാലും ഇതെങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. വെറുതെ വിട്ടാലും ബാക്കിയുള്ളവർ ചോദ്യം ചെയ്യുമല്ലോ. ഇപ്പൊ മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാരണവശാലും മുത്തശ്ശൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അതിനെതിരെ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യണോ അബി? ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഒരാൾക്ക് മാത്രം അങ്ങനെ ഫേവർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതെ, നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ ആദർശ ആയതുകൊണ്ട് പറയാൻ പറ്റാത്തെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആദർശ് വീട്ടിലേക്ക് വരുവാണ്. അപ്പം ദേവേനെയും നയനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെ അങ്ങോട്ട് വന്നു. ആദർശിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു, എന്താടാ മോനെ, നിനക്ക് എന്താടാ സംഭവിച്ചതെന്ന് ചോദിച്ചോണ്ട് ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആദർശ് പറഞ്ഞു, എനിക്ക് അറിയില്ലമ്മേ. അപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേട്ടൻ മടുത്തു വന്നല്ലേ, ബാ ഇത്തിരി സമയം മുറിയിലേക്ക് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയണം. ദേവേനി പറഞ്ഞു, അത് ശരിയാ മോനെ, നീ ചെല്ല്, പിന്നെ സംസാരിക്കാം. ഇനിയിപ്പോൾ ആദർശ് വന്ന് കയറി ഉടനെ അവനെ കൂടുതൽ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത്. അങ്ങനെ മുറിയിലേക്ക് നയനെ ആദർശം കൂടെ ചെന്നു. അപ്പം ആദർശം ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. മുറിയിൽ ചെന്നിട്ട് ഡ്രസ്സ് പോലും മാറാതെ അതേ ഇരിപ്പിരിക്കുകയാണ്. അപ്പോഴേക്കും നയന വെച്ചു, എന്താ ആദർശേട്ടാ? ആദർശാണ് ഇതിന് മാത്രം എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും സംഭവിക്കുന്നല്ലോ. വീട്ടിലെല്ലാവരും നല്ല പ്രതീക്ഷയിലായിരുന്നു. മുത്തശ്ശനാണെങ്കിലും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നാ പറഞ്ഞ്. പിന്നെ ആദർശന് ഇത് എവിടെയാ പിഴവ് സംഭവിച്ചേ? ആദർശ് പറഞ്ഞു, എനിക്കറിയില്ല നയന എന്താ സംഭവിച്ചെന്ന്. ശരിക്കും ഇതിന്റെ പിന്നിലൊരു ചതിയുണ്ട്. നീ പറഞ്ഞില്ലായിരുന്നോ? ആരോ ശരിക്കും നമ്മളെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് ഇപ്പൊ എനിക്കത് ബോധ്യമായെന്ന് പറയാണ്. എന്താ ആദർശേട്ട സംഭവിച്ചതെന്ന് ചോദിച്ചു. പിന്നീട് ആദർശ് കാര്യങ്ങൾ പറയണം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പിയറോ എന്ന് പറഞ്ഞ് ഗ്രീന എന്ന് പറയുന്നൊരു പെൺകുട്ടി വന്നു. എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. ഞാൻ കിടക്കുന്നതിന് മുമ്പ് അവൾ എനിക്കൊരു ജ്യൂസ് കൊണ്ടു തന്നു. ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അവിടുത്തെ റിസപ്ഷൻ ബോയ് ഒക്കെ എന്നെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നീ വിളിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, ഞാൻ കുറേ തവണ ആദർശേട്ടനെ വിളിച്ചായിരുന്നു. അപ്പോഴും ആദർശേട്ടനെ കോൾ എടുത്തില്ല. ഞാൻ അറിഞ്ഞില്ല നയനെ, ഞാൻ ഉറങ്ങിപ്പോയി. പിന്നീട് എനിക്ക് മനസ്സിലായത് ആ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടി അവൾ എന്നെ ചതിക്കുമായിരുന്നെന്ന്. അവൾ ആരുടെയോ ഒരിതുമായിട്ടാ വന്നിരുന്നേ. കാരണം ആർക്കോ വേണ്ടി വന്ന അവള് ശരിക്കും പി ആർ ഒന്നും ആയിരുന്നില്ല. ഈ പറയുന്ന സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയിൽ അങ്ങനെ ഒരു പി ആറോ ഇല്ലായിരുന്നാ പറഞ്ഞേ. അവൾ എന്നെ ചതിക്കാൻ വേണ്ടി വന്ന. ഞാൻ ഒരു കാരണവശാലും കോൺഫറൻസ് കാളിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ദൈവമേ, ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. മുത്തശ്ശൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു. ഇതുവരെ ആയിട്ടും ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. ആദർശേട്ടൻ വന്നു കഴിയുമ്പോൾ ഇനി എന്തേലും പറയുമെന്നൊന്നും അറിയത്തില്ല. മുത്തശ്ശൻ ആകെ തകർന്നു പോയെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എങ്ങനെ തകരാതിരിക്കും? മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫ് താഴേക്ക് ഇടിഞ്ഞു പോയില്ലേ? 1, 2 അല്ല, 10% അത്രത്തോളം തകർച്ചയാണ് മൂർത്തി ജ്വല്ലറിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നയന ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദർശേട്ടാ? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 വർഷത്തേക്കാണ് അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തേക്കുന്നത് ഏൻ ജ്വല്ലറിക്കാരെ. എനിക്ക് തോന്നുന്നത് ഇത് ഏൻ ജ്വല്ലറിയിലുള്ള ആരുടെ ഒരു കളിയാന്ന് തോന്നേ. അവരിൽ ആരോ ഒരാൾ നമ്മളെ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നയനെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിൽ അവർക്ക് അങ്ങനെ അത്ര വൈരാഗ്യം തോന്നാൻ കാരണം എന്താ? അത് ഒരു ബിസിനസ് അല്ലേ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ അങ്ങോട്ടും കൂടെ എതിരാളികളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുവോ? മുത്തശ്ശൻ അന്നേ പറഞ്ഞ ഒരു ശത്രു മറിഞ്ഞിരിപ്പണെന്ന്. പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ചുകൂടെ കരുതണമായിരുന്നു. പി ആർ ഒ അന്ന്
പറഞ്ഞപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ജാഗ്രത പുലർത്തണമായിരുന്നു. എന്താ ഏതാന്ന് നന്നായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. അതെന്റെ ഭാഗത്ത് പറ്റിയ വീഴ്ചയാന്ന് പറഞ്ഞു. അല്ല പിന്നെ ആദർശേട്ടൻ എങ്ങനെ ഇത് മനസ്സിലായത്? ഞാൻ പിന്നീട് പിറ്റേ ദിവസം അവിടെ ചോദിച്ചു. സ്റ്റാർലി മാർട്ടിൻ ജ്വല്ലറിയുടെ മാനേജറെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇങ്ങനെ ഒരു PR ഞങ്ങൾ വെച്ചിട്ടില്ലാന്ന്. അപ്പോഴാണ് എനിക്ക് ചതി മനസ്സിലായത്. ഞാൻ ആ കുടിച്ച ജ്യൂസിനകത്ത് ഓർക്ക് ഗുളി എന്തോ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ മണിക്കൂറോളം കിടന്ന് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. നയന പറഞ്ഞു സാരമില്ല ആദർശേട്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം. ഇനി എന്താ ഏതാ എങ്ങനെയാണെന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അതെ ഞാൻ മുത്തശ്ശനെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ ആദർശം മുറിയിലേക്ക് പോവാണ്. നയനയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയുണ്ട് മുറിയിൽ. ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ രൂക്ഷമായിട്ടൊന്ന് നോക്കി. പിന്നീട് ആദർശം എന്നിട്ട് പറഞ്ഞു മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം. അപ്പോഴേക്കും മുത്തശ്ശൻ നോക്കി. എന്താ അവിടെ എന്താ സംഭവിച്ചേ? എനിക്ക് അതാ അറിയണ്ടേന്ന് പറഞ്ഞു. നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശം പറഞ്ഞു അത് അല്ല നിനക്ക് എന്താ സംഭവിച്ചേ? അവിടെ ഞാൻ ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കില് നിനക്ക് ജയിക്കാൻ പറ്റിയില്ല. അതിന് കാരണം എന്താ? ഈ ഡീൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയില്ല. അതാ എനിക്ക് അറിയണ്ടേ. മുത്തശ്ശ എനിക്ക് കൃത്യസമയത്ത് അവിടേക്ക് എത്താൻ പറ്റിയില്ല. അതിന് കാരണം എന്താന്ന് ഞാൻ ചോദിച്ചേ. ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയെന്നോ? ഇത്ര വലിയൊരു കാര്യം നിന്നെ ഏൽപ്പിച്ചിട്ട് ഇത്ര നിസാരമായിട്ട് നീ അത് തള്ളിക്കളഞ്ഞിട്ട് തിരികെ വന്നിരിക്കുന്നില്ലേ? എന്നിട്ടൊരു കാരണം ഉറങ്ങിപ്പോയിരിക്കുന്നു. നാണം ഉണ്ടോടാ നിനക്ക്? ഇതും പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിൽക്കാനോ എന്നും പറഞ്ഞിട്ട് ആദർശന്റെ കാരണം തീർത്ത് ഒറ്റ എണ്ണം കൂടി പൊട്ടിക്കുകയാണ്. ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയനെ ഈ കാഴ്ച കണ്ടു. നയനെ ആകെപ്പാടെ ഞെട്ടിപ്പോയി. മുത്തശ്ശി ഒരു നിമിഷം അന്തം വിട്ടുപോയി. മുത്തശ്ശൻ പറഞ്ഞു ഉറങ്ങിപ്പോയെന്നും പറഞ്ഞോണ്ട്. എടാ മൂർത്തി ജ്വല്ലറിക്ക് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ഉയർത്തിക്കൊണ്ട് വന്ന ജ്വല്ലറിയാണ്. ഇന്ന് വരെ അതിനൊരു തകർച്ച ഉണ്ടായിട്ടില്ല. നീ ആയിട്ട് ആ മൂർത്തി ജ്വല്ലറിക്ക് ഒരു കളങ്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് എത്ര നിസാരമായിട്ട് വന്നാ നീ എന്നോട് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. കടന്നു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന്. ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോയേക്കരുന്ന് പറഞ്ഞു. അത് പിന്നെ മുത്തശ്ശ പോവാനല്ല നിന്നോട് പറഞ്ഞത്. ഇത്ര ഉത്തരവാദിത്വമില്ലാതെ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് ഇത് എത്ര വലിയ ഡീലാന്നുള്ള കാര്യം നിന്നോട് പ്രത്യേകം ഞാൻ പറഞ്ഞ. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തു തന്നെ. എന്നിട്ടോ ഉറങ്ങിപ്പോയി പോലും. അപ്പൊ അത്രേ ഉള്ളൂ ജ്വല്ലറിയോടുള്ള നിന്റെ ആത്മാർത്ഥ. ഇതും കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇനി ഇവിടെ തുടരാനായിട്ട് നീ അർഹനല്ലെന്ന്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്താ ഇദ്ദേഹം പറയണമെന്നൊക്കെ ചോദിച്ചു. ആദർശ് അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. നയനിക്ക് ഭയങ്കര വിഷമായി. ആദർശ് മുറിയിലേക്ക് പോയ സമയത്ത് നയനി ആ കൂടെ ഇങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്താ ഇദ്ദേഹം ചെയ്തേ? മോനോട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഒരു പക്ഷേങ്കില് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോന്ന് അറിയില്ലല്ലോ. അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. വസുന്ധരെ ഈ കാര്യത്തിൽ നീ അവനെ സപ്പോർട്ട് ചെയ്യരുത്. എത്ര വലിയൊരു കാര്യമായിരുന്നു നിനക്കറിയായിരുന്നല്ലോ ഈ ഡീലെന്ന് പറഞ്ഞാല്. ഇപ്പൊ കണ്ടില്ലേ മൂർത്തി ജ്വല്ലർ തകർച്ചയുടെ വക്കിലെത്തി. അല്ലെങ്കിൽ തന്നെ ഗൾഫിലൊരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുമായിരുന്നു. ഈ ഡീൽ ഉറപ്പിക്കുമായിരുന്നു. നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റുമായിരുന്നു. ജ്വല്ലർക്കാരുടെ നിസാരമായിട്ട് അത് കൊണ്ടുപോയി. അവൻ അവിടെ നിന്ന് ചെന്നാ മതിയായിരുന്നു ഡീൽ ഉറപ്പിക്കാനായിട്ട്. അതുപോലും പറ്റാതെ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് വന്നിക്കാനായിട്ട് അവൻ എങ്ങനെ തോന്നി? നിനക്കറിയാലോ വർഷങ്ങളായിട്ട് കാത്തു പരിപാലിച്ചുകൊണ്ടുന്ന പാരമ്പര്യം കാര്യങ്ങളുമാ. ഇന്ന് വരെ ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. എന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് മുത്തശ്ശിക്കും അറിയാം. മുത്തശ്ശി ആ പട വിഷമായി. എന്റെ ഭഗവാനെ എന്തൊക്കെയായിരുന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുവാണ്. അതേ സമയത്ത് ആദർശ് മുറി വിഷമിച്ചിരിക്കുന്നുണ്ടപ്പം നയന പറഞ്ഞു ആദർശനം വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാം. ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. ആദർശ് പറഞ്ഞു എനിക്കറിയില്ല നയനെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ഒന്നും അല്ലാതായി തീർന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിരുന്ന. അറിയാലോ ഞാൻ ജ്വല്ലറിക്ക് വേണ്ടി എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. എനിക്കറിയാം ആദർശേട്ടാ, ആര് പറഞ്ഞില്ലല്ലേ എനിക്കറിയാം. പക്ഷെ ഇവിടെ ആരോ മനഃപൂർവ്വം ആദർശേട്ടനെ കൊടുക്കാൻ ശ്രമിച്ചതാ. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീടാണ് ജയനും അജയനും ഒക്കെ വരുന്നത്. അവരും വന്നിട്ട് ആദർശനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശ് കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പം ജയൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥ കാണുമെന്ന്. പക്ഷെ അച്ഛനത് സഹിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരു കാരണം പറഞ്ഞാലും അച്ഛൻ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അറിയാലോ അച്ഛന്റെ സ്വഭാവം. ഇനിയിപ്പോൾ അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും നീ അതിനെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ ആദർശ് എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു മുത്തശ്ശൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനെ അംഗീകരിക്കും. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ചയാണ്, എനിക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ജയൻ അജയനോട് പറഞ്ഞു അജയ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നമ്മുടെ പിന്നാലെ തന്നെ ഒരു ശത്രുവുണ്ട്. അതാരാന്ന് കണ്ടെത്താതെ ഇനിയിപ്പം മൂർത്തി ജ്വല്ലറിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അജയൻ പറഞ്ഞു അത് ശരിയാ,
പക്ഷെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. അതേ സമയത്ത് അവന്തികയും നാഗേന്ദ്രനും ഒക്കെ ആഘോഷിക്കുകയാണ് അവരുടെ വിജയം, AN ജ്വല്ലറിയുടെ വിജയം ആഘോഷിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.